ഇസ്രോയിലെ ശാസ്ത്രജ്ഞരിൽ മിക്കവരും അന്നവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ SLV-3യുടെ പരീക്ഷണ ദിവസമായിരുന്നു അത്. കൺട്രോൾ റൂമിൽ വിക്ഷേപണത്തിന് മുൻപുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലായിരുന്നു അവരെല്ലാവരും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു പരീക്ഷണം മാത്രമായിരുന്നില്ല. 7 വർഷമായി അവർ കണ്ട സ്വപ്നങ്ങളുടെയും പ്രയത്നങ്ങളുടെയും അവസാനഘട്ടം കൂടിയായിരുന്നു. 7 വർഷം രാപ്പകൽ വ്യത്യാസമില്ലാതെയായിരുന്നു അവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത്. ഈ പ്രൊജക്റ്റിൽ ജോലി ചെയ്ത പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ആ കാലയളവിൽ സംഭവിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ മാനസികമായി അവർ ആ പ്രൊജക്റ്റിനോട് വളരെയധികം അടുത്തിരുന്നു. വൈകാതെ തന്നെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ഒരു വലിയ കടമ്പ കടന്നതിന്റെ ആശ്വാസം അവരിലുണ്ടായി. വിക്ഷേപണം 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അപ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ SLV-3യിലായിരുന്നു. പെട്ടെന്ന് കൺട്രോൾ റൂം ആകെ ഒരു നിശബ്ദത പടർന്നു. എന്തെന്നറിയാതെ അവരെല്ലാവരും ചുറ്റും നോക്കി. സർ, ദ വെഹിക്കിൾ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഓപ്പറേറ്റർമാരിൽ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെ അവിടെ നിന്നവരുടെ നെഞ്ചിലേക്ക് തറച്ചു. കേൾക്കുന്നത് സത്യമാണോ എന്ന് പോലും അവർ ഒരു നിമിഷം സംശയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വാഹനം ബംഗാൾ ഉൾക്കടലിലേക്ക് പതിച്ചു. ഇസ്രോ ചെയർമാനായിരുന്ന സതീഷ് ധവാൻ മാധ്യമങ്ങളെ കാണുവാനായി മുന്നോട്ട് വന്നു. ഇസ്രോയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഈ പരാജയം ഇസ്രോയുടെ അവസാനമായിരിക്കില്ല. അടുത്ത ശ്രമത്തിൽ ഉറപ്പായും SLV-3 ഉപയോഗിച്ച് സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കും. ഇതെന്റെ വാക്കാണ്. സതീഷ് ധവാന്റെ വാക്കുകൾ മാധ്യമപ്രവർത്തകരെ ചെറിയ സംശയത്തിലാഴ്ത്തി. ഒരു പരാജയത്തിന്റെ വേദനയേക്കാൾ കൂടുതൽ അടുത്ത തവണ വിജയിക്കുമെന്ന ധൈര്യമായിരുന്നു അവർ അയാളിൽ കണ്ടത്. സതീഷ് ധവാൻ അത് വെറുതെ പറഞ്ഞതായിരുന്നില്ല. ധവാന്റെ ആ ഭീകര ധൈര്യത്തിന് പുറകിൽ ഒരാളുണ്ടായിരുന്നു. SLV-3 പറന്നു പോകുന്ന ആ ദൃശ്യം അയാൾ പലതവണ എല്ലാവരുടെയും ഉള്ളിൽ ജനിപ്പിച്ചതായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രൊജക്റ്റിലുള്ള എല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് തന്നെ അയാളായിരുന്നു. കരിമ്പനക്കൂട്ടങ്ങളും തെങ്ങുകളും മണൽ കൂനകളും കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു രാമേശ്വരം. രാമേശ്വരത്തെ ജനങ്ങൾക്ക് പുറം ലോകവുമായുള്ള ഏക ബന്ധം വെളുപ്പിന് തീവണ്ടിയിൽ ദ്വീപിലെത്തുന്ന പത്രക്കെട്ടുകളായിരുന്നു. പുറം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ആ പത്രങ്ങളിലൂടെ മാത്രമായിരുന്നു. പുലർച്ചെ വളരെ നേരത്തെ തന്നെ 8 വയസ്സുകാരനായ അബ്ദുൽ കലാം രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകും. നിർത്താതെ പോകുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്കിടുന്ന പത്രക്കെട്ടുകൾ പെറുക്കിയെടുത്ത് രാമേശ്വരത്തെ തെരുവുകളിൽ വിതരണം ചെയ്യുക എന്നതായിരുന്നു കലാമിന്റെ പ്രധാന ജോലി. സൈക്കിളിന് പിൻവശത്ത് വെച്ചിരിക്കുന്ന പത്രക്കെട്ടുകളുമായി തെരുവിലൂടെ പോകുമ്പോഴും ആ കുട്ടിയുടെ കണ്ണുകൾ ആകാശത്തുകൂടി പറക്കുന്ന കടൽക്കാക്കകളിലായിരുന്നു. എപ്പോഴും കലാമിന്റെ മനസ്സിലേക്ക് പലതരത്തിലുള്ള സംശയങ്ങളും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് പക്ഷികൾക്കെല്ലാം പറക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് പറക്കാൻ കഴിയാത്തത്? എനിക്കും പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പത്രക്കെട്ടുകൾ പറന്നു ചെന്ന് വീടുകളിൽ വിതരണം ചെയ്യാമായിരുന്നു. ഒരിക്കൽ താനും കടൽക്കാക്കകളെ പോലെ ആകാശമുട്ടെ പറന്നുയരുമെന്ന് ആ കുട്ടി സ്വപ്നം കാണാറുണ്ടായിരുന്നു. ജൈനുലാബ്ദിൻ മരക്കാരുടെയും ആഷിയമ്മയുടെയും 5 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു അബ്ദുൽ കലാം. പഠിക്കുന്ന സമയത്ത് ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നു കലാം. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ആ കുട്ടിയെ വേറിട്ട് നിർത്തിയിരുന്നത് തന്റെ കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സായിരുന്നു. വലുതാകുമ്പോൾ എനിക്കൊരു പൈലറ്റ് ആകണം, എന്നിട്ട് ആകാശത്തോളം ഉയർന്നു പറക്കണം. വലുതാകുമ്പോൾ ആരാകണമെന്ന ചോദ്യത്തിന് കലാം കൊടുത്തിരുന്ന മറുപടി ഇതായിരുന്നു. എല്ലാവരും അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒരാളൊഴിച്ച്, തന്റെ സ്വന്തം സഹോദരി. ഈ ഒരു കാര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്നത് സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുമായിരുന്നു.
സ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം ഫിസിക്സ് ബിരുദം നേടുവാനായി തിരുച്ചിറപ്പള്ളിയിലുള്ള സെയിന്റ് ജോസഫ് കോളേജിൽ പ്രവേശിച്ചു. ആ ഒരു കാലത്തായിരുന്നു അബ്ദുൽ കലാം അത് തിരിച്ചറിയുന്നത്. തന്റെ സ്വപ്നമായ പൈലറ്റ് എന്ന ലക്ഷ്യത്തിലെത്താൻ ഫിസിക്സ് മാത്രം പഠിച്ചാൽ മതിയാകില്ല. അതിനായി കൂടുതൽ അറിവ് നേടണം. അങ്ങനെ സെയിന്റ് ജോസഫ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷം അദ്ദേഹം എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അപേക്ഷിച്ചു. വൈകാതെ തന്നെ കലാമിനവിടെ പഠിക്കുവാനുള്ള ക്ഷണം ലഭിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഏകദേശം 1000-ഓളം രൂപ ഫീസായി അടയ്ക്കണം. കലാം തന്റെ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. കലാമിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ തുക വളരെ വലുതായിരുന്നു. കാരണം സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ അവസരമായിരുന്നു അത്. അതുകൊണ്ടുതന്നെ പണമെല്ലാം ആ കാര്യത്തിനായി എടുത്തിരുന്നു. പണം എങ്ങനെ സ്വരുക്കൂട്ടും എന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുവാൻ തുടങ്ങി. രാമേശ്വരത്തുള്ള തന്റെ പരിചയക്കാരിൽ നിന്നും ആവശ്യമുള്ള പണം സംഘടിപ്പിക്കാമെന്ന് കലാം കരുതി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. രാമേശ്വരത്ത് തന്നെ വളരെ കുറച്ചു പേരുടെ പക്കൽ മാത്രമേ അന്ന് അത്രയും പൈസയുണ്ടായിരുന്നുള്ളൂ. അവരെയാണെങ്കിൽ കലാമിന് നേരിട്ട് പരിചയവുമില്ല. പതിയെ പതിയെ പണം സംഘടിപ്പിക്കുവാനുള്ള എല്ലാ വഴികളും അവന്റെ മുൻപിൽ അടഞ്ഞു. അവന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. തന്റെ സ്വപ്നങ്ങൾ ഇനി ഒരിക്കലും ഈ ദ്വീപിന്റെ അതിർത്തികൾ വിട്ട് പുറത്തു പോകില്ലെന്ന് കലാം തിരിച്ചറിഞ്ഞു. താൻ കണ്ട സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ നിന്നോട്ടെ എന്ന് കലാം തീരുമാനിച്ചു. എന്നാൽ കലാം അങ്ങനെ തീരുമാനിച്ചുവെങ്കിലും താൻ തുടരെ തുടരെ കണ്ട സ്വപ്നം കലാമിനെ വെറുതെ വിട്ടില്ല. കലാമിന്റെ വിഷമം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു ആ വീട്ടിൽ, തന്റെ സ്വന്തം സഹോദരി. ഉടൻ തന്നെ തന്റെ പക്കലുണ്ടായിരുന്ന എല്ലാ വിവാഹ ആഭരണങ്ങളും കലാമിന് നേരെ നീട്ടി. നീ പറക്കുന്നത് എനിക്കും സ്വപ്നം കണ്ടൂടെ? കലാമിന് ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ആദ്യമായി തന്റെ സഹോദരിയെ വാരിപ്പുണർന്നു. രാമേശ്വരത്തെ തന്റെ വേണ്ടപ്പെട്ടവരോടെല്ലാം അവസാനമായി യാത്ര പറഞ്ഞ ശേഷം കലാം തീവണ്ടിയിൽ കയറി. വിമാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പറക്കുന്നതിന്റെ ശാസ്ത്രീയ വശത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ കാലഘട്ടങ്ങളിൽ കലാമിന് കഴിഞ്ഞു. തന്റെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നതായി കലാമിന് തോന്നി. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിനു ശേഷം കലാം പൈലറ്റ് ആകുവാനായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തുന്ന സെലക്ഷൻ എക്സാം അറ്റൻഡ് ചെയ്തു. വളരെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം പരീക്ഷയിൽ പങ്കെടുത്തത്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് പൂർത്തിയാക്കി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. പരീക്ഷയിൽ പങ്കെടുത്തവരിൽ 8 പേരെ മാത്രമേ അന്ന് തെരഞ്ഞെടുത്തുള്ളൂ. നിർഭാഗ്യവശാൽ കലാമിന് 9ാമത്തെ റാങ്കായിരുന്നു. കലാമിനെ ഇത് വളരെയേറെ നിരാശനാക്കി. തന്റെ സ്വപ്നം നേടിയെടുക്കുവാനുള്ള ഏറ്റവും വലിയ വാതിലായിരുന്നു കലാമിന്റെ മുന്നിൽ അന്നടഞ്ഞത്. സഹോദരിയുടെ മുഖമായിരുന്നു കലാമിന്റെ മനസ്സിൽ മുഴുവൻ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കലാമിന് തോന്നി. പൈലറ്റ് ആകുവാൻ കാത്തിരുന്നാൽ സമയം പാഴാവുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം അടുത്ത അവസരം വരുന്നതിന് സമയമെടുക്കും. അങ്ങനെ തൽക്കാലത്തേക്ക് മറ്റു ജോലികൾ കലാം അന്വേഷിക്കുവാൻ തുടങ്ങി. വൈകാതെ തന്നെ ഒരവസരം കലാമിനെ തേടിയെത്തി. ഗവേഷണ സംഘടനയായ DRDOയിൽ നിന്നായിരുന്നു ആ അവസരം. തുടർന്ന് മാസം 250 രൂപ ശമ്പളത്തിൽ സയന്റിസ്റ്റായി കലാം അവിടെ ജോലിക്ക് പ്രവേശിച്ചു. പുതുതായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും പരീക്ഷിക്കുവാനുമുള്ള ഒരു അവസരമായിരുന്നു അത്. എയ്റോനോട്ടിക്സുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്റ്റുകളിൽ അദ്ദേഹം ഭാഗമായി. പറക്കുന്ന വസ്തുക്കൾ നിർമ്മിക്കുമ്പോഴും സ്വയം പറക്കണമെന്ന മോഹം കലാമിന്റെ മനസ്സിനുള്ളിൽ അപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ ബഹിരാകാശ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെയിരിക്കെയാണ് കലാമിന് ഗവേഷണ ഏജൻസിയായ ഇൻകോസ്പാറിലേക്ക് റോക്കറ്റ് എഞ്ചിനീയറായി ട്രാൻസ്ഫർ ലഭിക്കുന്നത്. ബഹിരാകാശ ഗവേഷണങ്ങൾക്കായി ഇന്ത്യൻ ഗവൺമെന്റ് തുടക്കം കുറിച്ച ഒരു സംഘടനയായിരുന്നു ഇൻകോസ്പാർ. വിക്രം സാരാഭായ് എന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഇൻകോസ്പാറിനെ അന്ന് നിയന്ത്രിച്ചിരുന്നത്. വളരെ ശാന്തനും ദീർഘദർശിയുമായ ഒരാളായിരുന്നു അദ്ദേഹം. ആ മനുഷ്യൻ കലാമിനെ യഥാർത്ഥത്തിൽ കൗതുകപ്പെടുത്തി. സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണെങ്കിലും ആളത് എപ്പോഴും മറന്നുപോകുമായിരുന്നു. എല്ലാവരുടെയും ഇടയിൽ തന്നെയായിരുന്നു ആളെപ്പോഴും.
ആദ്യമായായിരുന്നു കലാം അങ്ങനെയൊരു ചെയർമാനെ കാണുന്നത്. ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കായി ഇന്ത്യയിൽ ഒരു റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ തുടക്കം കുറിക്കാനുള്ള പ്രൊജക്റ്റിലായിരുന്നു അവരെല്ലാവരും. അതിനനുയോജ്യമായ ഒരു സ്ഥലത്തിനായി അവർ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ കാന്തിക രേഖ കടന്നുപോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന മത്സ്യബന്ധന ഗ്രാമമായിരുന്നു അവർ അതിനായി തെരഞ്ഞെടുത്തത്. അവിടെയുള്ള ഒരു പള്ളി അവരുടെ പരീക്ഷണത്തിനായുള്ള കേന്ദ്രമായി തെരഞ്ഞെടുത്തു. അവിടെ ആദ്യഘട്ട ഗവേഷണങ്ങളും അവർ തുടങ്ങി. എന്നാൽ കലാം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇതാദ്യമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് നിരവധി സംശയങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വിക്രം സാരാഭായിയുമായി പങ്കുവയ്ക്കുവാൻ തുടങ്ങി. സാരാഭായി അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി കലാമിന് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു കൊച്ചുകുട്ടിയോട് വിശദീകരിക്കുന്ന പോലെയാണ് കലാമിനോട് സാരാഭായി വിശദീകരിച്ചിരുന്നത്. പതിയെ പതിയെ ഒരു കാരണവുമില്ലാതെ കലാം സംശയങ്ങൾ ചോദിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സാരാഭായിക്കും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അദ്ദേഹവും കലാമിന്റെ ചോദ്യങ്ങളെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം സാരാഭായി കലാമിനെ പിടികൂടി, കലാം സാരാഭായിയെയും. അവർ രണ്ടുപേരും അന്ന് പൊട്ടിച്ചിരിച്ചു. ലാബിലെ എല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. അങ്ങനെ അവർ പോലും അറിയാതെ അവരുടെ ഇടയിൽ ഒരു ഗുരുശിഷ്യ ബന്ധം ജനിച്ചു. നിരവധി ദിവസത്തെ പരിശ്രമങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമൊടുവിൽ അവർ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങി. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദൗത്യം ഇൻകോസ്പാർ വിജയകരമായി പൂർത്തിയാക്കി. ഇൻകോസ്പാറിന്റെ ബഹിരാകാശ ഗവേഷണങ്ങളും പദ്ധതികളും ഘട്ടം ഘട്ടമായി മുന്നേറാൻ തുടങ്ങി. നിരവധി ചെറിയ റോക്കറ്റുകൾ അവർ പരീക്ഷണമെന്ന രീതിയിൽ വിക്ഷേപിച്ചു തുടങ്ങി. അങ്ങനെ പതിയെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആ സംഘടന വളർന്നു. ഗവൺമെന്റിന് ആ സംഘടനയോടുള്ള വിശ്വാസവും കല്ലുപോലെയായി. ശേഷം ഗവൺമെന്റ് അതിന് പുതിയൊരു പേരിട്ടു. തന്റെ മനസ്സിലുദിച്ച ആ പദ്ധതി ആരെയെങ്കിലും അറിയിക്കാനുള്ള സമയമായെന്ന് സാരാഭായി മനസ്സിലാക്കി. പതിവ് പോലെ തന്നെ അദ്ദേഹം കലാമിനെ വിളിച്ചു വരുത്തി. ഇതുവരെ നമ്മൾ എല്ലാ വിക്ഷേപണങ്ങൾക്കും മറ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിച്ചത്. എന്നാൽ എല്ലാ കാലവും ഇന്ത്യ ഇങ്ങനെ ആശ്രയിക്കണമോ? നമുക്ക് സ്വന്തമായി സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ പറ്റണ്ടേ? കാലാവസ്ഥാ പ്രവചനം, ആശയവിനിമയം, ടെലിവിഷൻ തുടങ്ങിയ വിവിധ മേഖലകളുടെ സാധ്യതയാണ് ഇതിലൂടെ തുറക്കാൻ പറ്റുക. നീ പറ, നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനം വേണ്ടേ? സാരാഭായി തുടർന്നും ഇതിനെപ്പറ്റി വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തെ സംസാരത്തിൽ തന്നെ ഈ ദൗത്യം സാരാഭായിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെന്ന് കലാം മനസ്സിലാക്കി. എന്തു വില കൊടുത്തും ഇത് ചെയ്യുമെന്നും കലാം തീരുമാനിച്ചു. അങ്ങനെ രാവും പകലും ഇതിനായി കലാം ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. തന്റെ ഗുരുവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദക്ഷിണ ഇതായിരിക്കുമെന്ന് കലാം ഉറപ്പിച്ചു. എവിടെയാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും തന്റെ മനസ്സിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രൊജക്റ്റ് ഓടുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് വിക്രം സാരാഭായിയുടെ ഒരു വിളി കലാമിനെ തേടിയെത്തിയത്. ഡൽഹിയിലായിരുന്നു കലാം ആ സമയത്ത്. എത്രയും പെട്ടെന്ന് കലാമിനെ കാണണമെന്നായിരുന്നു സാരാഭായിയുടെ നിർദ്ദേശം. അത് കേട്ടപ്പോൾ തന്നെ കലാം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. എന്നാൽ എയർപോർട്ടിലെത്തിയ കലാമിനെ കാത്തിരുന്നത് ഹൃദയം കീറിമുറിക്കുന്ന ഒരു വാർത്തയായിരുന്നു. വിക്രം സാരാഭായി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുന്നു. കലാം പൂർണ്ണമായും തകർന്നു. ലോകമില്ലാതായതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ശേഷം ഇസ്രോ ചെയർമാന്റെ സീറ്റിൽ പുതിയ ഒരാൾ വന്നു. തിരിച്ചു വന്നപ്പോൾ പുതിയ ചെയർമാനോട് ഒരൊറ്റ നിർബന്ധം മാത്രമായിരുന്നു കലാമിനുണ്ടായിരുന്നത്. സാരാഭായിയുടെ പ്രൊജക്ടിന് ശേഷമേ മറ്റെന്തും താൻ ചെയ്യുകയുള്ളൂ. സതീഷ് ധവാൻ അത് സമ്മതിക്കുകയും ചെയ്തു. മാത്രവുമല്ല, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കലാമിന്റെ ജോലിയോടുള്ള ആത്മസമർപ്പണം ധവാനെ അത്ഭുതപ്പെടുത്തി. ജോലിയുടെ കാര്യത്തിൽ രാത്രിയും പകലും ഒന്നും അയാളെ തൊടുന്നതുപോലുമില്ല. മാത്രവുമല്ല, അതിമൂർച്ചയുള്ളതും ശക്തവുമായ മനസ്സും. ഉടൻ തന്നെ ധവാൻ കലാമിനെ ആ പ്രൊജക്ടിന്റെ ഡയറക്ടറായി നിയമിച്ചു. കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ പരീക്ഷണങ്ങളുടെയും ദിവസങ്ങളായിരുന്നു പിന്നീട്. ഒടുവിൽ പരീക്ഷണത്തിനായുള്ള ആ ദിവസം വന്നെത്തി. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട എന്ന ദ്വീപായിരുന്നു പരീക്ഷണത്തിനായി അവർ തിരഞ്ഞെടുത്തത്. എല്ലാ സന്നാഹങ്ങളുമായി അവർ അതിന് തയ്യാറായി. എന്നാൽ അവിടെ കൂടി നിന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്.
അവരുടെയെല്ലാം സ്വപ്നങ്ങളും പ്രയത്നങ്ങളും ആ കുറച്ച് സെക്കൻഡിൽ നഷ്ടപ്പെട്ടു. കലാമിന് ആ പരാജയം സഹിക്കാവുന്നതായിരുന്നില്ല. പുറത്തു കാണിച്ചില്ലെങ്കിലും വല്ലാത്തൊരു വേദന അദ്ദേഹത്തെ പിന്തുടർന്നു. കണ്ണടയ്ക്കുമ്പോഴെല്ലാം സാരാഭായിയുടെ മുഖമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ. ഒരു വാചകം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആവർത്തിച്ചു വരാൻ തുടങ്ങി: എന്ത് സംഭവിച്ചാലും ഈ പ്രൊജക്റ്റ് അവസാനിക്കരുത്. അദ്ദേഹം തിരിച്ച് ഇസ്രോയിലെത്തി. പ്രൊജക്റ്റ് എവിടെയാണ് പാളിപ്പോയതെന്ന് വിശദമായി പഠിക്കുവാൻ ആരംഭിച്ചു. അതിനായി തന്റെ ടീമിനെ മുഴുവൻ അദ്ദേഹം സജ്ജമാക്കി. മുൻപ് പറ്റിയതുപോലൊരു തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അവർ എടുത്തു. ഇനി ഇങ്ങനെയൊരു പരാജയം ഉണ്ടാകരുതെന്ന് കലാമും സംഘവും മനസ്സിൽ കുറിച്ചിട്ടു. അങ്ങനെ SLV-3യുടെ രണ്ടാമത്തെ പരീക്ഷണത്തിനായി അവർ എല്ലാവരും തയ്യാറായി. മുൻപ് പരാജയപ്പെട്ട ശ്രീഹരിക്കോട്ടയായിരുന്നു വിക്ഷേപണത്തിനായി ഇപ്രാവശ്യം അവർ തിരഞ്ഞെടുത്തത്. ഇന്ത്യ മുഴുവൻ അവരെ ഉറ്റുനോക്കുകയായിരുന്നു. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കലാം തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. സർ, ഇറ്റ്സ് ഇൻ ഓർബിറ്റ്. ഇന്ത്യ ഈസ് ഇൻ സ്പേസ്. കലാം തന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. SLV-3 എല്ലാ ഘട്ടങ്ങളും താണ്ടിയിരിക്കുന്നു. SLV-3യുടെ പരീക്ഷണം വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. അതുപയോഗിച്ച് ഇന്ത്യ ആദ്യമായി രോഹിണി എന്ന സാറ്റലൈറ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ എത്തിച്ചിരിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ആ വാർത്ത ലോകം മുഴുവൻ പടർന്നു. ഇന്ത്യയുടെ അഭിമാനം മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ ഉയർത്തിപ്പിടിച്ച ഇസ്രോയെ മാധ്യമങ്ങൾ അഭിനന്ദിക്കുവാൻ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലെറ്റർ കലാമിനെ തേടിയെത്തി. ചെയർമാനായ സതീഷ് ധവാനിലൂടെയാണ് അതെത്തിയത്. പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ കത്തായിരുന്നു അത്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തിന്റെ ആഘാതം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിലാണ്. മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ആകാശത്തോളമാണ് നിങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ സ്വന്തമായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പ്രാപ്തിയുള്ള 7ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിന് നേതൃത്വം വഹിച്ചതിൽ ഇന്ത്യ എന്നും താങ്കളോട് കടപ്പെട്ടിരിക്കും. ശേഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്താൽ കലാം ഇസ്രോയിൽ നിന്നും DRDOയിലേക്ക് ട്രാൻസ്ഫറായി. ഇന്ത്യയുടെ ഡിഫൻസ് ഓർഗനൈസേഷനാണ് DRDO. അന്ന് അദ്ദേഹത്തെ പോലൊരു പ്രതിഭയുടെ ആവശ്യം DRDOയ്ക്കുണ്ടായിരുന്നു. അവിടെ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ ഇന്ത്യയ്ക്കായി മിസൈലുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു കലാമിന്റെ അടുത്ത ദൗത്യം. അങ്ങനെ ഇന്ത്യയുടെ മിസൈലുകളുടെ നിർമ്മാണത്തിൽ കലാം പങ്കാളിയായി. അവിടെയും കലാം ജോലിയിൽ പൂർണ്ണ സമർപ്പണമായിരുന്നു. ജോലിയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യം ഇന്ത്യയുടെ മിസൈലുകളുടെ നിർമ്മാണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതുകൊണ്ടുതന്നെ അവരുടെ ഇടയിൽ ഒരു പേരും കലാമിന് വീണു: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അങ്ങനെയിരിക്കെയാണ് പുതിയൊരവസരം കലാമിനെ തേടിയെത്തുന്നത്. ശാസ്ത്രമേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാമിനെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു ആ അവസരം. ചെറുപ്പനാൾ മുതൽക്കേ നിരവധി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു സ്വപ്നം താൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുക എന്നതായിരുന്നു ആ അവസരം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും പിന്തുണ ലഭിച്ച ചുരുക്കം ചില പ്രസിഡന്റുമാരിൽ ഒരാളായി അങ്ങനെ കലാം ചുമതലയേറ്റു. അവിടെയും അദ്ദേഹം തന്റെ പരമാവധി ഊർജം പുറത്തെടുത്തു. അങ്ങനെ കലാം മുൻപോട്ട് പോയി. പെട്ടെന്നായിരുന്നു ഒരാശയം കലാമിന്റെ തലയിൽ കയറിയത്. ഉടൻ തന്നെ ആ കാര്യം രാഷ്ട്രപതി അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ എയർഫോഴ്സിനെ അറിയിച്ചു. എയർഫോഴ്സിലെ അധികൃതർ അതിന് സമ്മതം അറിയിച്ചുവെങ്കിലും ചെറിയൊരു ആശങ്ക അവരിലുണ്ടായിരുന്നു. കലാമിനിപ്പോൾ 74 വയസ്സാണ്. കൂടാതെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയുമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇതിന് സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷേ അവർക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. കാരണം ആഗ്രഹം പറയുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്. അങ്ങനെ അതിനായുള്ള പരിശീലനം ആരംഭിച്ചു. ഒടുവിൽ ആ പരിശീലനങ്ങൾക്ക് ശേഷം കലാം ജെറ്റിനുള്ളിൽ കയറി. ശേഷം പൈലറ്റിന്റെ മേൽനോട്ടത്തിൽ ജെറ്റിന്റെ നിയന്ത്രണം കലാം ഏറ്റെടുത്തു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വയം പറക്കുവാൻ തുടങ്ങി. കലാം പുറത്തേക്ക് നോക്കി. പക്ഷികളും തന്റെ ഒപ്പം പറക്കുന്നുണ്ട്.
ഒരു ചെറു പുഞ്ചിരി അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വിടർന്നു. I had a dream that I will become a pilot, okay? So I studied aeronautical engineering. I went to Air Force for pilot, okay? They did not select me, okay? But when I became the president, I became the supreme commander. Okay. Then I told the chief, I want to learn flying. He said, I'm going to give you training. He trained me for 6 months. Then I flew Su-30. Message is dream. Repeat with me. Dream. Dream. Dream transforms into thoughts. Thoughts result into action.